പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളം ഇന്ന് ആഗ്രഹിക്കുന്നില്ലേ വി എസിന്റെ ഒരു തിരിച്ചുവരവ്? പക്ഷേ വി എസ് നിത്യതയിലേക്ക് ലയിച്ചു കഴിഞ്ഞു. ഒരു വർഷമാവുന്നു. വി എസ് അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെമ്പാടും വിപുലമായ അനുസ്മരണ പരിപാടികളാണ്. വി എസിനെ ഓർമ്മിക്കുന്നത് പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. പാർട്ടി ബ്രാഞ്ചുകളിൽ വി എസിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും ഏരിയ തലങ്ങളിൽ റാലിയും സമ്മേളനവും നടത്തും. ആലപ്പുഴയിൽ വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലും പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലും വിവിധ പരിപാടികൾ നടക്കും. മനീഷ് മഹിപാലുണ്ട് വി എസിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും തത്സമയം. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. വിപ്ലവ സൂര്യൻ മറഞ്ഞിട്ട് ഒരു വർഷമാവുന്നു. ശരിക്കും കേരളം ആഗ്രഹിക്കുന്നത് വി എസിനെ പോലെ ഒരു നേതാവിനെയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴുമെല്ലാം മനുഷ്യരടക്കം പറഞ്ഞ കാലമാണ്. വി എസ് ഇല്ലാത്തത് പാർട്ടിക്കും കേരളത്തിനും എത്രയോ വലിയ നഷ്ടമാണ്. എങ്ങനെയാണ് ഇന്ന് അനുസ്മരണ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്? മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് വലിയ ചുടുകാട്ടിൽ മാത്രമല്ല, ആലപ്പുഴയിൽ മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടും വലിയ വിപുലമായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വലിയ ചുടുകാട്ടിൽ ഇത് ആദ്യമായിട്ടാണ് ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സ്മൃതി കുടീരം ഒരുങ്ങുന്നതെന്ന വലിയ പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ സ്മൃതി കുടീരം അവസാന ഘട്ടത്തിൽ അത് പൂർത്തിയാക്കിയത് ഇപ്പോഴിതാ അതിന്റെ ചുവർ ചിത്രം നേരത്തെ അതിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ ചുവർ ചിത്രം ഒഴിവാക്കിക്കൊണ്ടാണ് വി എസ് അച്യുതാനന്ദന്റെ സ്മൃതി കുടീരം ഇപ്പോഴിതാ വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതായത് സഖാവ് പി കൃഷ്ണപിള്ള അടക്കമുള്ള ടി വി തോമസ്, കെ ആർ ഗൗരിയമ്മ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, 100 കണക്കിന് പുന്നപ്രവലാറിലെ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊണ്ടുവന്ന അതേ മണ്ണിൽ തന്നെ വി എസിനും, അതായത് വി എസിന്റെ പേരിലാണ് സാങ്കേതികമായി ഈ ഭൂമിയുള്ളത്. 50 സെന്റ് ഭൂമിയാണ്. CPIക്കും CPMനും ഒരേ അവകാശമുള്ള ഈ ഭൂമിയിൽ ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളണമെന്നായിരുന്നു വി എസിന്റെ ആഗ്രഹം. അവിടെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക സ്മൃതി കുടീരം ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ പരിപാടി ഇന്ന് 8 മണിക്ക് വി എസിന്റെ കുടുംബം ഇവിടേക്ക് എത്തും. അതിനുശേഷം 9 മണിക്കാണ് പതാക ഉയർത്തൽ. മറ്റെല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും റാലി ഉണ്ടാകും. എല്ലാ ബ്രാഞ്ച് തലങ്ങളിലും പുഷ്പാർച്ചന ഉണ്ടാകും. അതിനുശേഷം 9 മണിക്ക് ഇവിടെ പതാക ഉയർത്തലുണ്ടാകും, പുഷ്പാർച്ചന ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ എത്തും. 11 മണിക്ക് ഇവിടെ അനുസ്മരണ പ്രഭാഷണം സുനിൽ പി ഇളയിടമാണ്. പിന്നീട് ഇന്ന് ഉണ്ണി കാനായി നിർമ്മിച്ച വി എസിന്റെ അർദ്ധകായ പ്രതിമ വി എസിന്റെ വീട്ടിൽ, ആദ്യം ഇവിടെ ഈ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെങ്കിലും പിന്നീട് അത് വീട്ടിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഇന്ന് വി എസിന്റെ അർദ്ധകായ പ്രതിമ വി എസിന്റെ വീട്ടിലേക്ക് അവിടെ 11 മണിയാകുമ്പോൾ അവിടെ സ്ഥാപിക്കും. പിന്നീട് അതിനുശേഷം വൈകിട്ട് 5 മണിക്കാണ് പൊതുസമ്മേളനം. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഈ വലിയ ചുടുകാട്ടിന്റെ മണ്ണിലേക്ക് എത്തും, വി എസിന്റെ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പുഷ്പാർച്ചന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പതാക ഉയർത്തുന്ന ഇവിടെയായിരിക്കും. ഒപ്പം തന്നെ നേരത്തെ ഈ സ്മാരകം ഇവിടെ ഉയർന്ന ഘട്ടത്തിൽ, അതായത് വി എസിന് വേണ്ടി സ്മാരകം ഉയർന്ന ഘട്ടത്തിൽ CPI അടക്കം ടി വി തോമസിന് വേണ്ടി സ്മാരകം ഉയർത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ടി വി തോമസിന് വേണ്ടി നിർമ്മിക്കാൻ പോകുന്ന സ്മാരകവും ഒരു വശത്ത്, അതായത് രണ്ടുപേർക്ക് CPIക്കും CPMനും ഒരേപോലെ സ്മാരകമുള്ള സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് അവിടെ ടി വി തോമസിന് വേണ്ടിയുള്ള സ്മാരകവും ഉയരുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ ഇന്ന് സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, G സുധാകരൻ ഇന്ന് ഈ പുന്നപ്രവലാറിന്റെ സ്മാരകത്തിലേക്ക്, അതായത് ഇവിടെ വി എസിന്റെ സ്മൃതി കുടീരത്തിലേക്ക് എത്തുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. G സുധാകരൻ ഒരിക്കലും വരാതിരിക്കാൻ കഴിയില്ല. പക്ഷേ G സുധാകരൻ ഇവിടേക്ക് എത്തുകയില്ല. പുന്നപ്രയിൽ വേലിക്കകത്തെ വീട്ടിൽ G സുധാകരൻ അവിടെ എത്തും. അവിടെ 1ാം ചരമവാർഷികത്തിൽ വി എസിന് പുഷ്പാർച്ചന അർപ്പിക്കാൻ G സുധാകരൻ അവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഓക്കെ, മനീഷ് മഹിപാലാണ് ഇപ്പോൾ വലിയ ചുടുകാട്ടിൽ നിന്നും തത്സമയം ചേർന്നത്. എല്ലാ ഒരുക്കങ്ങളും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 8 മണിയോടുകൂടി കുടുംബാംഗങ്ങളെത്തും. 9 മണിയോടുകൂടി പതാക ഉയർത്തലുണ്ട്. അതിനുശേഷമാണ് വിവിധ ഇടങ്ങളിൽ റാലികളും സംഘടിപ്പിച്ചിട്ടുണ്ട്.